നാടൻ ചിക്കൻ ബിരിയാണി റൈസ്. എങ്ങനെയുണ്ടൊരു ബിരിയാണി റൈസ്. പട്ട, ഗ്രാമ്പ്, ഏലം, കുറച്ച് വലിയ ജീരകം, ബിരിയാണി റൈസ് ഉണ്ടാക്കണം. ബിരിയാണി റൈസ്, കുറച്ച് ക്യാരറ്റ്. അപ്പോൾ കുറച്ച് ക്യാരറ്റും നമ്മൾ ഇട്ടു. ഇനി എന്ത് ചെയ്യാം, നമുക്ക് തീ കത്തിക്കാം. അപ്പോൾ നമ്മൾ തീ കത്തിച്ചു, നിങ്ങൾ ചൂടാവട്ടെ. ഒരു കിലോ അരിക്ക് 1.5 ലിറ്റർ വെള്ളം കണക്കിനാണ് ഞാൻ പഠിക്കുന്നത്. അത് ഗീ റൈസ് ഉണ്ടാക്കുകയാണെങ്കിലും ബിരിയാണി റൈസ് ഉണ്ടാക്കുകയാണെങ്കിലും ആ ലെവലിലാണ് ഞാൻ വെള്ളം എടുക്കുന്നത്. അതിനെന്ത് പറഞ്ഞാൽ നമ്മൾ അരി അടുപ്പത്ത് വെക്കുന്നതിൻ്റെ ഒരു 15 മിനിറ്റ് മുന്നേ കഴുകി വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ നല്ല സൂപ്പർ റൈസാവും. ഇപ്പോൾ അതിനെ കണക്കാക്കിയിട്ട് ഞാൻ വെള്ളം ഒഴിച്ചു. അതായത് 1 കിലോ അരിക്ക് 1.5 ലിറ്റർ വെള്ളം കണക്കിന് ഞാൻ വെള്ളം ഒഴിക്കും. ഞാനിപ്പോൾ 6 കിലോ അരിയാണ് ഇപ്പോൾ റൈസ് അടിക്കാൻ പോകുന്നത്. അത് ഗീ റൈസ് ഉണ്ടാക്കുകയാണെങ്കിൽ ജീരകം ഒഴിവാക്കുക, പട്ട, ഗ്രാമ്പ്, ഏലക്ക, ഈ 3 ഐറ്റം മാത്രം ഇട്ടാൽ മതി. അല്ല ബിരിയാണി റൈസ് ആകുമ്പോൾ അതിൽ കുറച്ച് പെരിഞ്ചീരകം കൂടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഓവർ ആവരുത്, ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഉപ്പ് കൊടുക്കും. അവിടെ അരി ഞാൻ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഊറ്റണം. അപ്പോഴേക്കും അവിടെ വെള്ളം തിളക്കുമ്പോഴേക്കും ഇത് ഊറ്റി വെക്കണം. അപ്പോൾ നമ്മൾ ഊറ്റി വെച്ച് ഇനി എന്ത് ചെയ്യുക, അവിടെ വെള്ളം തിളക്കുമ്പോൾ അതിൽ കൊണ്ടിട്ട് കൊടുക്കുക. ഇത് ഇടണമെന്ന് എനിക്ക് കാണിച്ചു തരാൻ കയ്യിന് ഒഴിവില്ലാത്തതുകൊണ്ടാണ്. കാരണം എൻ്റെ ക്യാമറ പിടിക്കലും അരി ഇടുന്നതും അരി കഴുകണം ഒക്കെ ഞാനാണ്. അതുകൊണ്ട് എനിക്ക് ക്യാമറ പിടിക്കാനില്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ കാണിച്ചു തരുന്നത്. 1 കിലോ അരി ഉണ്ടാക്കുകയാണെങ്കിൽ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നെങ്കിൽ ഒരു 100 RKG മാത്രം ഉണ്ടായാൽ മതി. കുറച്ച് ഓയിൽ ഒഴിക്കുക. മൊത്തത്തിലൊരു 150 എണ്ണ ഉണ്ടായാൽ മതി ഒക്കെപ്പാടെ. അല്ല നമ്മൾ വീട്ടിൽ പിന്നെ RKG നെയ്യാണ് ഉപയോഗിക്കാൻ നല്ലത് വീട്ടിലാകുമ്പോൾ. ഹോട്ടലിലായതുകൊണ്ട് ഓയിലും പിന്നെ ഡാൽഡയാണ് കൂടുതൽ ഉപയോഗിക്കുക. RKG പേരിന് മുകളിൽ കുറച്ച് ഇടുക മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അരി ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഒന്നാണ്ട് ഇളക്കിയിട്ട് മൊത്തത്തിലൊന്നാണ്ട് ഇളക്കി സെറ്റാക്കി കൊടുക്കുക. കുറച്ച് കഴിയുമ്പോൾ അത് റെഡിയായിട്ട് ഇങ്ങനെ വരും. നമ്മുടെ അരി ഇട്ടു. ഇനി നമുക്കൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ ഒന്ന് അടച്ച് വെച്ചു ഒന്ന് തിളക്കട്ടെ. അപ്പോൾ നമ്മൾ ബിരിയാണി ഇങ്ങനെ തിളച്ച് മറിയുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഇളക്കി കൊടുക്കണം. ഇങ്ങനെ തീ കുറച്ച് വയ്ക്കുക. വീട്ടിൽ കുറക്കണ്ട, കുറച്ച് ഒന്ന് തള കുറയാൻ വേണ്ടി. മറ്റേ ഓവറായിട്ട് തിളച്ചാൽ വെള്ളം വരും. അപ്പോൾ റൈസ് റെഡി. മല്ലിച്ചപ്പും പൊതിയും കുറച്ച് കളർ, ബിരിയാണി മസാല, നമുക്ക് മൂടി വെക്കാം. അതിനുശേഷം തെങ്ങിൽ വെച്ച് കൊടുക്കുക. തീ കുറച്ച് വയ്ക്കുക. ജയ് അപ്പം നമ്മുടെ ബിരിയാണി റെഡി. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പും ഉള്ളിയും പൊരിച്ചത് അത് കുറച്ചിട്ട് കൊടുക്കുക. അത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി മിക്സാക്കണം. അപ്പോൾ നമ്മുടെ ബിരിയാണി റൈസ് റെഡി ആയിട്ടുണ്ട്.
ഇതിന്നിപ്പോൾ നമ്മളിവിടെ പല ബിരിയാണിയും കൊടുക്കും. മട്ടൻ ബിരിയാണി കൊടുക്കുക, ചിക്കൻ ബിരിയാണി കൊടുക്കുക, എന്ത് ബിരിയാണി വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇതാണ് ബിരിയാണി.